ഓം ശാന്തി 25/10/2024 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബയുടെ ഒരു ദൃഷ്ടി ലഭിക്കുന്നതിലൂടെ മുഴുവൻ വിശ്വത്തിലെ മാനവരാശിയും സായുജ്യമടയുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ദൃഷ്ടിയിലൂടെ സായുജ്യം. ചോദ്യം: നിങ്ങൾ കുട്ടികൾക്ക് ഹൃദയത്തിൽ സന്തോഷത്തിന്റെ വാദ്യാഘോഷം മുഴങ്ങണം. എന്തുകൊണ്ട്? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്കറിയാം, ബാബ വന്നിരിക്കുകയാണ് എല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ. ഇപ്പോൾ നമ്മൾ നമ്മുടെ ബാബയോടൊപ്പം വീട്ടിലേക്ക് പോകും. അയ്യോ അയ്യോ എന്ന നിലവിളികൾക്ക് ശേഷം ജയ ജയ ആരവം ഉണ്ടാകും. ബാബയുടെ ഒരു ദൃഷ്ടിയിലൂടെ മുഴുവൻ വിശ്വത്തിനും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സമ്പത്ത് ലഭിക്കുവാൻ പോവുകയാണ്. മുഴുവൻ വിശ്വവും സായുജ്യമടയും. ഓം ശാന്തി. ആത്മീയ ശിവബാബ ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. മൂന്നാമത്തെ നേത്രവുമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ബാബയ്ക്കറിയാം, മുഴുവൻ ലോകത്തിലുമുള്ള ആത്മാക്കൾക്ക് ഞാൻ സമ്പത്ത് നൽകാൻ വന്നിരിക്കുകയാണ്. ബാബയുടെ ഹൃദയത്തിൽ സമ്പത്തിന്റെ ഓർമ്മയാണ് ഉള്ളത്. ലൗകികത്തിലെ പിതാവിനും സമ്പത്തിന്റെ ഓർമ്മ ഉണ്ടായിരിക്കും. കുട്ടികൾക്ക് സമ്പത്ത് നൽകണം. കുട്ടികളില്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാകും. ആർക്ക് കൊടുക്കും? പിന്നീട് ആരെയെങ്കിലും ദത്തെടുക്കും. ഇവിടെ ബാബ ഇരിക്കുന്നുണ്ട്. മുഴുവൻ ലോകത്തിലെ ആത്മാക്കളിലേക്കും ദൃഷ്ടി പോകുന്നുണ്ട്. ബാബയ്ക്കറിയാം, എനിക്ക് എല്ലാവർക്കും സമ്പത്ത് കൊടുക്കണം. ബാബ ഇവിടെ ഇരിക്കുമ്പോഴും മുഴുവൻ വിശ്വത്തിലെയും മനുഷ്യാത്മാക്കളിലേക്ക് ബാബയുടെ ദൃഷ്ടി പോകുന്നുണ്ട്. കാരണം എല്ലാവർക്കും സായുജ്യം നൽകണം. ബാബ മനസ്സിലാക്കി തരികയാണ്, ഇതാണ് പുരുഷോത്തമ സംഗമയുഗം. നിങ്ങൾക്കറിയാം, ബാബ വന്നിരിക്കുകയാണ് എല്ലാവരെയും ശാന്തിധാമത്തിലേക്ക്, സുഖധാമത്തിലേക്ക് കൊണ്ടുപോകാൻ. എല്ലാവർക്കും സായുജ്യം നൽകുന്നു. ഡ്രാമയുടെ നിയമമനുസരിച്ച് കൽപ്പകൽപ്പം സായുജ്യം ലഭിച്ചവരാണ്. ബാബ എല്ലാ കുട്ടികളെയും ഓർമ്മിക്കുന്നു. ദൃഷ്ടിയും പോകുമല്ലോ. എല്ലാവരും പഠിക്കുന്നില്ല. നാടകത്തിന്റെ നിയമമനുസരിച്ച് എല്ലാവർക്കും തിരിച്ചു പോകണം. കാരണം നാടകം അവസാനിക്കുകയാണ്. കുറച്ചു മുന്നോട്ടു പോകുമ്പോൾ സ്വയം മനസ്സിലാക്കാൻ കഴിയും, ഇപ്പോൾ വിനാശമുണ്ടാകും. ഇപ്പോൾ പുതിയ ലോകത്തിന്റെ സ്ഥാപന നടക്കുകയാണ്. കാരണം ആത്മാവ് ചൈതന്യമല്ലേ? ബുദ്ധിയിലുണ്ട്, ബാബ വന്നു കഴിഞ്ഞു. സ്വർഗത്തിന്റെ സ്ഥാപന നടക്കും. പിന്നീട് നമ്മൾ ശാന്തിധാമത്തിലേക്ക് പോകും. എല്ലാവർക്കും ഗതിയുണ്ടാകും. ബാക്കി നിങ്ങൾക്ക് മാത്രം സദ്ഗതി ഉണ്ടാകും. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ. ജയ ജയ ആരവം ഉണ്ടാകും. ഇപ്പോൾ നിലവിളികളാണ്. ചിലയിടങ്ങളിൽ വരൾച്ചയാണ്. ചിലയിടങ്ങളിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ ഭൂകമ്പം നടക്കുന്നു. ആയിരക്കണക്കിന് പേർ മരിക്കുകയാണ്. മരണം ഉണ്ടാവുക തന്നെ ചെയ്യും. സത്യയുഗത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടാവുകയില്ല. ബാബയ്ക്കറിയാം, ഇപ്പോൾ ഞാൻ വരികയാണ്. പിന്നീട് മുഴുവൻ വിശ്വത്തിലും ജയ ജയ ആരവം ഉണ്ടാകും. ഞാൻ ഭാരതത്തിലേക്കാണ് വരുന്നത്. മുഴുവൻ വിശ്വത്തിലും ഭാരതം ഗ്രാമം പോലെയാണ്. ബാബയ്ക്ക് ഭാരതം ഗ്രാമം തന്നെയാണല്ലോ. അവിടെ വളരെ കുറച്ചു മനുഷ്യരെ ഉണ്ടാകൂ. സത്യയുഗത്തിൽ മുഴുവൻ വിശ്വവും ഒരു ചെറിയ ഗ്രാമമായിരുന്നു. ഇപ്പോൾ എത്ര വർധനവ് ഉണ്ടായിരിക്കുന്നു. ബാബയുടെ ബുദ്ധിയിൽ എല്ലാം ഉണ്ടല്ലോ.
ഇപ്പോൾ ഈ ശരീരത്തിലൂടെ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, നിങ്ങളുടെ പുരുഷാർത്ഥം കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാബ കൽപ്പവൃക്ഷത്തിന്റെ ബീജരൂപനാണ്. ഇത് സാകാരി വൃക്ഷമാണ്. മുകളിലുള്ളത് നിരാകാരി വൃക്ഷമാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. ഈ വിവേകം ഒരു മനുഷ്യരിലുമില്ല. വിവേകശാലികളുടെയും വിവേകശൂന്യരുടെയും വ്യത്യാസം നോക്കൂ. സ്വർഗത്തിൽ രാജ്യം ഭരിച്ചിരുന്ന വിവേകശാലികൾ എവിടെ? ആ ലോകത്തെയാണ് പറയുന്നത് സത്യമായ ഖണ്ഡം, സ്വർഗം. ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ഉള്ളിൽ വളരെ സന്തോഷമുണ്ടായിരിക്കണം. ബാബ വന്നു കഴിഞ്ഞു. ഈ പഴയ ലോകം തീർച്ചയായും മാറും. എത്രത്തോളം പുരുഷാർത്ഥം ചെയ്യുന്നുവോ അത്രയും ഉയർന്ന പദവി നേടും. ബാബ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഈ സ്കൂളിലും വളരെയധികം പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കും. വളരെയധികം പേർ വരും. എല്ലാ ക്ലാസുകളും ഒന്നിച്ചായിരിക്കില്ലല്ലോ. ഇത്രയും പേർ ഒരുമിച്ച് എവിടെയിരിക്കും? നിങ്ങൾ കുട്ടികൾക്ക് ഓർമ്മയുണ്ട്, ഇപ്പോൾ നമ്മൾ പോവുകയാണ് സുഖധാമത്തിലേക്ക്. എങ്ങനെയാണോ ചിലർ വിദേശങ്ങളിൽ പോയി 8-10 വർഷം താമസിച്ച് വീണ്ടും ഭാരതത്തിലേക്ക് വരുന്നത്? ഭാരതം ദരിദ്രമാണ്. വിദേശത്തുള്ളവർക്ക് ഇവിടെ സുഖം ഇല്ല. അതുപോലെ നിങ്ങൾ കുട്ടികൾക്കും ഈ കലിയുഗത്തിൽ സുഖമില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ വളരെ ഉയർന്ന പഠിപ്പ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ നമ്മൾ സ്വർഗത്തിന്റെ അധികാരിയായ ദേവതയായി മാറുകയാണ്. അവിടെ എത്ര സുഖം ഉണ്ടായിരിക്കും! ആ സുഖം എല്ലാവരും ഓർമ്മിക്കുന്നുണ്ട്. ഈ കലിയുഗമാകുന്ന ഗ്രാമത്തെ ഓർമ്മിക്കുന്നതേയില്ല. ഇവിടെ അളവറ്റ ദുഃഖമാണ്. ഇത് രാവണ രാജ്യമാണ്. പതീതമായ ലോകത്തിൽ ഇന്ന് അപാര ദുഃഖമാണ്. വീണ്ടും നാളെ അപാര സുഖമുണ്ടാകും. നമ്മൾ യോഗബലത്തിലൂടെ സുഖത്തിന്റെ ലോകം സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് രാജയോഗമല്ലേ? ബാബ സ്വയം പറയുകയാണ്, ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കി മാറ്റുകയാണ്. ഇങ്ങനെ ആക്കി തീർക്കുന്ന ടീച്ചറെ തീർച്ചയായും ഓർമ്മിക്കേണ്ടതല്ലേ? ടീച്ചറില്ലാതെ വക്കീലോ എഞ്ചിനീയറോ ആകാൻ സാധിക്കില്ല. ഇത് പുതിയ കാര്യമാണ്. ആത്മാക്കൾക്ക് പരമാത്മാവായ ബാബയോടൊപ്പം യോഗം വയ്ക്കണം. ബാബയിൽ നിന്നും വളരെ കാലം വേറിട്ടിരിക്കുകയായിരുന്നു. വളരെ കാലം എന്നാൽ എത്രയാണ്? ഇതും ബാബ സ്വയം മനസ്സിലാക്കി തരികയാണ്. മനുഷ്യർ ലക്ഷക്കണക്കിന് വർഷത്തിന്റെ ആയുസ്സെന്ന് പറയുന്നു. ബാബ പറയുകയാണ്, അല്ല, കേവലം ഓരോ 5000 വർഷത്തിനു ശേഷവും നിങ്ങൾ ആരാണോ ആദ്യമാദ്യം എന്നിൽ നിന്ന് വേർപിരിഞ്ഞു പോയത്, അവരെ വീണ്ടും ബാബ കാണുകയാണ്. നിങ്ങൾക്കാണ് പുരുഷാർത്ഥം ചെയ്യേണ്ടത്. മധുരമധുരമായ കുട്ടികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും നൽകുന്നില്ല. കേവലം പറയുകയാണ്, സ്വയം ആത്മാവെന്ന് മനസ്സിലാക്കൂ. ജീവാത്മാക്കളല്ലേ? ശരീരം വിനാശിയാണ്. ആത്മാവ് ഒരു ശരീരം ഉപേക്ഷിച്ച് മറ്റൊന്ന് എടുക്കുന്നു. ആത്മാവ് ഒരിക്കലും പഴയതാകുന്നില്ല. ആശ്ചര്യമല്ലേ? പഠിപ്പും അത്ഭുതമാണ്. പഠിപ്പിക്കുന്ന ആളും അത്ഭുതമാണ്. ആർക്കും ഓർമ്മയില്ല, മറന്നുപോകുന്നു. മുൻപുള്ള ജന്മങ്ങളിൽ എന്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? ഇതാർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഈ ജന്മത്തിൽ നിങ്ങൾ പഠിക്കുന്നു. ഇതിന്റെ ഫലം പുതിയ ലോകത്തിൽ ലഭിക്കുന്നു. ഇത് കേവലം നിങ്ങൾ കുട്ടികളാണ് അറിയുന്നത്. ഓർമ്മയുണ്ടായിരിക്കണം, ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്.
നമുക്ക് പുതിയ ലോകത്തിലേക്ക് പോകണം. ഈ കാര്യം ഓർമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാബയുടെയും ഓർമ്മ വരും. ഓർമ്മിക്കുന്നതിനു വേണ്ടി ബാബ അനേക ഉപായങ്ങൾ പറഞ്ഞു തരികയാണ്. ബാബ പിതാവുമാണ്, ടീച്ചറുമാണ്, സദ്ഗുരുവുമാണ്. 3 രൂപത്തിലും ഓർമ്മിക്കൂ. ഓർമ്മിക്കുന്നതിനു വേണ്ടി എത്ര യുക്തികളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മായ മറപ്പിക്കും. ബാബ പുതിയ ലോകത്തിന്റെ സ്ഥാപനയാണ് ചെയ്യുന്നത്. ബാബയാണ് പറയുന്നത്, ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ഇത് ഓർമ്മിക്കൂ. എന്തുകൊണ്ടാണ് ഓർമ്മിക്കാൻ സാധിക്കാത്തത്? ഓർമ്മിക്കാനുള്ള യുക്തികളാണ് പറഞ്ഞു തരുന്നത്. ഒപ്പം ഇതും പറഞ്ഞു തരുന്നുണ്ട്, മായ വളരെ ശക്തിശാലിയാണ്. വീണ്ടും വീണ്ടും നിങ്ങളെ മറപ്പിക്കും, ദേഹാഭിമാനികളാക്കി മാറ്റും. അതുകൊണ്ട് എത്ര സാധിക്കുന്നുവോ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും കറങ്ങുമ്പോഴും ശരീരമല്ല, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഇതാണ് പരിശ്രമം. ജ്ഞാനം വളരെ സഹജമാണ്. എല്ലാ കുട്ടികളും പറയാറുണ്ട്, ഓർമ്മിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. മായ നിങ്ങളെ മായയുടെ ഭാഗത്തേക്ക് പിടിച്ചു വലിക്കും. ഇതുപോലൊരു കളിയും ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ബുദ്ധിയോഗം ബാബയോടൊപ്പവും പഠിക്കുന്ന വിഷയങ്ങളിലും ഉണ്ടാകണം. അതുണ്ടാകുന്നില്ല, മറന്നുപോകുന്നു. എന്നാൽ നിങ്ങൾ മറക്കരുത്, വാസ്തവത്തിൽ ഈ ചിത്രങ്ങളുടെ ഒന്നും ആവശ്യമില്ല. എന്നാൽ പഠിപ്പിക്കുന്ന സമയത്ത് മുന്നിൽ എന്തെങ്കിലും വേണമല്ലോ. എത്ര ചിത്രങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പാണ്ഡവ ഗവൺമെന്റിന്റെ പ്ലാനുകൾ നോക്കൂ, എങ്ങനെയുള്ളതാണ്. ഇവിടത്തെ ഗവൺമെന്റിനും പ്ലാനുണ്ട്. നിങ്ങൾക്കറിയാം, പുതിയ ലോകത്തിൽ കേവലം ഭാരതം മാത്രമായിരുന്നു. വളരെ ചെറുതായിരുന്നു. വിശ്വത്തിന്റെ അധികാരിയായിരുന്നു മുഴുവൻ ഭാരതവും. എല്ലാം പുതിയതായിരുന്നു. ലോകം ഒന്നു മാത്രമേ ഉള്ളൂ. അഭിനേതാക്കളും അതുതന്നെയാണ്. ചക്രം കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് കണക്കാക്കാൻ സാധിക്കും. ഇത്ര സെക്കൻഡ്, മണിക്കൂർ, ദിവസം, വർഷം പൂർത്തീകരിച്ച് ഈ ചക്രം കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ കറങ്ങി 5000 വർഷം പൂർത്തിയായി. എല്ലാ സീനുകളും അതുതന്നെയാണ്. എത്ര വലിയ പരിധിയില്ലാത്ത വൃക്ഷമാണ്. വൃക്ഷത്തിലെ ഇലകളെ എണ്ണാൻ സാധിക്കില്ല. ഇതും വൃക്ഷമാണ്. ഈ വൃക്ഷത്തിന്റെ അടിത്തറ ദേവീ ദേവതാ ധർമ്മമാണ്. ഈ വൃക്ഷത്തിൽ നിന്നും മുഖ്യമായ 3 ധർമ്മങ്ങളാണ് ഉണ്ടാകുന്നത്. ബാക്കി വൃക്ഷത്തിന്റെ ഇലകൾ അനവധിയുണ്ട്. എണ്ണി തിട്ടപ്പെടുത്തുവാൻ ആർക്കും കഴിയില്ല. ഈ സമയത്ത് എല്ലാ മതങ്ങളുടെയും വൃക്ഷം തഴച്ചു വളർന്നിരിക്കുന്നു. ഇത് പരിധിയില്ലാത്ത വൃക്ഷമല്ലേ? പിന്നീട് ഈ മതങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഇപ്പോൾ മുഴുവൻ വൃക്ഷവും ഉണ്ട്, പക്ഷേ അടിവേരില്ല. ആൽവൃക്ഷത്തിന്റെ ഉദാഹരണം വളരെയധികം കൃത്യമാണ്. ഇത് അത്ഭുതകരമായ വൃക്ഷമാണ്. ബാബ ഡ്രാമയിൽ ഉദാഹരണങ്ങളും വെച്ചിട്ടുണ്ട്, മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി. അടിത്തറ ഇല്ല. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബാബ നിങ്ങളെ എത്ര വിവേകശാലിയാക്കി മാറ്റി. ഇപ്പോൾ ദേവതാധർമ്മമാകുന്ന അടിത്തറ ഇല്ല. ബാക്കി ശേഷിപ്പുകളും അടയാളങ്ങളും മാത്രമാണുള്ളത്. ആട്ടയിൽ ഉപ്പുപോലെ ക്ഷയിച്ചുപോയി. അടയാളങ്ങൾ മാത്രമേ ഉള്ളൂ. കുട്ടികളുടെ ബുദ്ധിയിൽ ഈ മുഴുവൻ ജ്ഞാനവും ഉണ്ടായിരിക്കണം. ബാബയുടെ ബുദ്ധിയിൽ ജ്ഞാനമുണ്ടല്ലോ. നിങ്ങൾക്കും മുഴുവൻ ജ്ഞാനവും തന്ന് തനിക്ക് സമാനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബാബ ബീജരൂപനാണ്. ഇത് തലകീഴായ വൃക്ഷമാണ്. ഇത് പരിധിയില്ലാത്ത ഡ്രാമയാണ്. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധി മുകളിലേക്ക് പോയി.
നിങ്ങൾ ബാബയെയും രചനയെയും അറിഞ്ഞു. ശാസ്ത്രങ്ങളിലുണ്ട്, എന്നാൽ ഋഷി മുനിമാർ എങ്ങനെ അറിയും? ഒരാൾ അറിയുകയാണെങ്കിൽ അത് പരമ്പരയായി നടക്കും. അതിന്റെ ആവശ്യമില്ല. ഇടയിൽ ആർക്കും തിരിച്ചു പോകാൻ സാധിക്കില്ല. നാടകം പൂർത്തിയാകുമ്പോൾ എല്ലാ അഭിനേതാക്കളും ഇവിടെ ഉണ്ടാകും. അതുവരേക്കും ബാബയും ഇവിടെയുണ്ട്. അപ്പോഴാണ് പരംധാമം പൂർണമായും കാലിയാകുന്നത്. അപ്പോൾ ശിവബാബയുടെ വിവാഹ ഘോഷയാത്രയുണ്ടാകും. മുൻകൂട്ടി ആർക്കും പോയിരിക്കാൻ കഴിയില്ല. ബാബ മുഴുവൻ ജ്ഞാനവും നൽകുകയാണ്. എങ്ങനെയാണ് സൃഷ്ടിചക്രം ആവർത്തിക്കുന്നത്? സത്യയുഗം, ത്രേതായുഗം, ദ്വാപുരയുഗം, കലിയുഗം, പിന്നീട് സംഗമയുഗം ഉണ്ടാകുന്നു. പാടപ്പെടുന്നുണ്ട്. പക്ഷെ എപ്പോഴാണ് സംഗമയുഗം ഉണ്ടാകുന്നത്? ഇതാർക്കും അറിയില്ല. നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കി കഴിഞ്ഞു. 4 യുഗമാണുള്ളത്. ഇതാണ് ലീപ് യുഗം. ഇതിനെ മിഡ്ഗേറ്റ് എന്നും പറയും. കൃഷ്ണനെ മിഡ്ഗേറ്റിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ജ്ഞാനം. ഈ ജ്ഞാനം തിരിച്ചും മറിച്ചും ഭക്തിയിൽ എന്തെല്ലാമായി ഉണ്ടാക്കി. ജ്ഞാനത്തിൽ മുഴുവൻ ആശയക്കുഴപ്പമുണ്ടാക്കി. മനസ്സിലാക്കി തരുന്നത് ഒരു ബാബയാണ്. പ്രാചീന രാജയോഗം പഠിപ്പിക്കുന്നതിനു വേണ്ടി വിദേശങ്ങളിൽ പോകുന്നു. എന്നാൽ പ്രാചീന രാജയോഗം ഇതാണല്ലോ. പ്രാചീനം അർത്ഥം ആദ്യം ഉണ്ടായത്. സഹജ രാജയോഗം പഠിപ്പിക്കാൻ ബാബ വന്നിരിക്കുകയാണ്. എത്ര ശ്രദ്ധ ഉണ്ടായിരിക്കണം! നിങ്ങളും ശ്രദ്ധ വയ്ക്കണം. സ്വർഗത്തിന്റെ സ്ഥാപനയാണ് നടക്കുന്നത്. ആത്മാവിന് ഓർമ്മ വരുന്നുണ്ട്. ബാബ പറയുന്നു, ഞാനിപ്പോൾ നിങ്ങൾക്ക് നൽകുന്ന ഈ ജ്ഞാനം വീണ്ടും ഞാൻ തന്നെ വന്ന് നൽകും. ഇത് പുതിയ ലോകത്തിലേക്ക് വേണ്ടിയുള്ള പുതിയ ജ്ഞാനമാണ്. ഈ ജ്ഞാനം ബുദ്ധിയിലിരിക്കുന്നതിലൂടെ വളരെ സന്തോഷമുണ്ടായിരിക്കും. ബാക്കി കുറച്ചു സമയമേ ഉള്ളൂ. ഇപ്പോൾ വീട്ടിലേക്ക് പോകണം. ഒരു ഭാഗത്ത് സന്തോഷമുണ്ടാകും, മറുഭാഗത്ത് ദുഃഖത്തിന്റെ അനുഭവവും ഉണ്ടാകും. ഇങ്ങനെയുള്ള മധുരമായ ബാബയെ വീണ്ടും അടുത്ത കൽപ്പത്തിലേ കാണാൻ സാധിക്കൂ. ബാബയല്ലേ കുട്ടികൾക്ക് ഇത്രയും സുഖം നൽകുന്നത്? ബാബ വന്നിരിക്കുകയാണ് ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കും കൊണ്ടുപോകാൻ. നിങ്ങൾ ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിക്കൂ. അപ്പോൾ ബാബയുടെ ഓർമ്മ വരും. ഈ ദുഃഖധാമം മറക്കൂ. പരിധിയില്ലാത്ത ബാബ പരിധിയില്ലാത്ത കാര്യം കേൾപ്പിക്കുകയാണ്. പഴയ ലോകത്തിൽ നിന്നും നിങ്ങളുടെ മമത്വം ഇല്ലാതാകുമ്പോൾ സന്തോഷമുണ്ടാകും. നിങ്ങൾ വീണ്ടും സുഖധാമത്തിലേക്ക് വരും. സതോപ്രധാനമായതിനു ശേഷം പോകും. കൽപ്പകൽപ്പം ആരാണോ ആയിത്തീർന്നത് വീണ്ടും അവർ തന്നെയാണ് ആയിത്തീരുന്നത്. ഈ പഴയ ശരീരം ഉപേക്ഷിക്കണം എന്ന സന്തോഷം അവർക്കാണ് ഉണ്ടാവുക. പിന്നീട് പുതിയ ശരീരമെടുത്ത് സതോപ്രധാനമായ ലോകത്തിലേക്ക് വരും. ഈ ജ്ഞാനം ഇല്ലാതാകും. കാര്യങ്ങൾ വളരെ സഹജമാണ്. രാത്രി ഉറങ്ങുമ്പോഴും ഇങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കൂ. അപ്പോൾ സന്തോഷമുണ്ടായിരിക്കും. നമ്മൾ ഇവരെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. മുഴുവൻ ദിവസത്തിലും ആസുരീയ കർമ്മങ്ങളൊന്നും ചെയ്തില്ലല്ലോ. 5 വികാരങ്ങളിൽ ഏതെങ്കിലും വികാരം എന്നെ ഉപദ്രവിച്ചില്ലല്ലോ. അത്യാഗ്രഹമൊന്നും വന്നില്ലല്ലോ. സ്വയം തന്നെ പരിശോധന നടത്തണം. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാപ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. യോഗബലത്തിലൂടെ അളവറ്റ സുഖത്തിന്റെ ലോകം സ്ഥാപിക്കണം.
ഈ ദുഃഖത്തിന്റെ പഴയ ലോകം മറക്കണം. സന്തോഷമുണ്ടായിരിക്കണം. നമ്മൾ സത്യഖണ്ഡത്തിന്റെ അധികാരിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 2. ദിവസവും സ്വയം പരിശോധിക്കണം. മുഴുവൻ ദിവസത്തിലും ഒരു വികാരവും ഉപദ്രവിച്ചില്ലല്ലോ. ആസുരീയ കർമ്മങ്ങളൊന്നും ചെയ്തില്ലല്ലോ. ലോഭത്തിന് വശപ്പെട്ടിട്ടില്ലല്ലോ. വരദാനം. വരദാതാവിലൂടെ സർവശ്രേഷ്ഠ സമ്പത്തിന്റെ വരദാനം പ്രാപ്തമാക്കുന്ന സമ്പന്നനായി ഭവിക്കട്ടെ. ആരുടെയെങ്കിലും കൈവശം സ്ഥൂല സമ്പത്ത് മാത്രമുണ്ടായാലും സദാ സന്തുഷ്ടമായിരിക്കാൻ കഴിയുകയില്ല. സ്ഥൂല സമ്പത്തിനൊപ്പം അഥവാ സർവഗുണങ്ങളുടെയും സമ്പത്ത്, സർവശക്തികളുടെയും സമ്പത്ത്, ജ്ഞാനത്തിന്റെ ശ്രേഷ്ഠ സമ്പത്ത് ഇല്ല എങ്കിൽ സന്തുഷ്ടത സദാ ഉണ്ടായിരിക്കുകയില്ല. താങ്കൾ ഏവരുടെയും കയ്യിൽ ഈ ശ്രേഷ്ഠ സമ്പത്തുകളുണ്ട്. ലോകർ വെറും സ്ഥൂല സമ്പത്തുള്ളവരെ സമ്പന്നരെന്ന് കരുതുന്നു. എന്നാൽ വരദാതാവായ ബാബയിലൂടെ താങ്കൾ കുട്ടികൾക്ക് സർവശ്രേഷ്ഠ സമ്പന്നനായി ഭവിക്കട്ടെ എന്ന വരദാനം ലഭിച്ചിരിക്കുന്നു. സ്ലോഗൻ. സത്യമായ സാധനയിലൂടെ അയ്യോ അയ്യോവിനെ ആഹാ ആഹായിലേക്ക് പരിവർത്തനപ്പെടുത്തൂ. ഓം ശാന്തി.